ഗോവിന്ദച്ചാമി ജയിലിൽ ചാടിയെങ്കിലും ഇപ്പോൾ പിടിയിലായതിന്റെ സന്തോഷത്തിലാണ് അമ്മ ഇപ്പോൾ കുറെ നേരം അമ്മ ഭയങ്കര തീ തിന്നുന്ന ഞാൻ കണ്ടു. ഇപ്പം അത് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പം വളരെ സമാധാനമുണ്ട്. ഇനി എനിക്ക് എൻ്റെ മനസ്സിൽ എൻ്റെ ഈ 15 കൊല്ലം ഇത്രയും മാസമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്നേ ഉള്ളൂ, അവൻ്റെ ജീവൻ ഈ ഭൂമിയിൽ നിന്ന് പോകണം. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു, അതിനുവേണ്ടി ഞാൻ ഇത്രയും കാലം ആഗ്രഹിച്ചു. ഇനിയിപ്പോൾ ഈ ജയിൽ ചാടിയവൻ്റെ കാര്യം ഇനിയിപ്പം നമുക്ക് വിശ്വസിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. അതിനിപ്പോൾ ആരുടെ സപ്പോർട്ട് നിന്നിരിക്കണം എന്താണ് ഒന്നും നമുക്കറിയില്ല. അപ്പം ഇനി അതെന്തായാലും അതൊരു അന്വേഷണം വേണ്ടി വരും. അത് എന്തായാലും അതിന്റെ പിന്നാലെ പോവാതിരിക്കാൻ പറ്റില്ല. ഗോവിന്ദച്ചാമി ജയിലിയടിയപ്പോൾ മകളോടൊപ്പം തന്നെ മറ്റ് പെൺകുട്ടികളുടെ കാര്യമൊക്കെയാണ് പെട്ടെന്ന് മനസ്സിൽ വന്നത്. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. കാരണം ഈ ഗോവിന്ദച്ചാമി ജയിലിൽ ചാടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈശ്വര അവന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര കുട്ടികളുടെ ജീവിതം, എൻ്റെ മകൾ അനുഭവിച്ച ദുഃഖം അനുഭവിച്ചതും എനിക്ക് മാത്രമേ അതറിയുള്ളൂ. ഞാൻ ഇന്ന് വരെ അനുഭവിക്കുന്ന ഒരു ദുഃഖമുണ്ട്. അത് ഇനി ഒരു അമ്മയ്ക്ക് ആ ഒരു അവസ്ഥ വരരുതെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. അപ്പൊ ഇതിപ്പോ അവനെ പിടിച്ചു എന്നും കൂടി പറഞ്ഞപ്പോ നമുക്ക് കുറച്ചൊരു ആശ്വാസമാണ്. അമ്മയുടെ കണ്ണീരാണ്. അതെ, എന്റെ കണ്ണുനീരിന് വില ഉണ്ട്. ഞാൻ അങ്ങനെയാണ് അവളെ വളർത്തി ഉണ്ടാക്കിയത്. ആ കണ്ണുനീരിന് ഇതിന് നന്ദി പറയാൻ എനിക്ക് കണ്ണൂരിൽ ഈ കാര്യത്തിന് വേണ്ടി ഇവരെ പിടിക്കാൻ വേണ്ടി സഹായിച്ച് അവരോടെല്ലാവരോടും ഞാൻ നന്ദി അവരോടെല്ലാവരും പറയുന്നു. ഇനി അവിടുത്തെ ഉദ്യോഗസ്ഥന്മാര് ഇവനെ നല്ല രീതിയിൽ ഒരു ഇതിൽ കൊണ്ടു നടക്കണം. അല്ലെങ്കിൽ ഈ ഇന്ന് ചെയ്ത ക്രിമിനൽ തന്നെ അവൻ നാളെയും ചെയ്തുകൂടാന്നില്ല. അപ്പം അതിനുള്ളൊരവസ്ഥ ഇനിയെങ്കിലും അവർ അത് സുരക്ഷിതമായി വെക്കണം. ഇനി ഈ അമ്മയുടെ കണ്ണീർ ഇല്ലാതാവണമെങ്കിൽ വീണ്ടും ഗോവിന്ദച്ചാമിക്ക് വധശിക്ഷ ലഭിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ ഉത്തരവ് പുനഃപരിശോധിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് ആ ഒരു വാർത്ത കേൾക്കാനാണ് അമ്മ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. മൽഗോഷി മോഹനൊപ്പം ഗൂഗിൾ VS മാതൃഭൂമി ന്യൂസ് പാലക്കാട്.